ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ലേൺ ഡ്രോപ്പ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്താണെന്നും അതിൻ്റെ ടൈപ്സ് ഏതൊക്കെയാണെന്നും പഠിക്കാം. സോ ഫസ്റ്റ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്താണെന്ന് നോക്കാം. എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഈസ് ടു ഓർ മോർ കമ്പ്യൂട്ടേഴ്സ് കണക്റ്റഡ് ടുഗദർ, whereas a computer that is not connected to a network is standalone. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ തമ്മിൽ ബന്ധിപ്പിച്ചിരിക്കുന്ന സംവിധാനത്തിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതിലൂടെ ഡാറ്റയും ഫയൽസും എളുപ്പത്തിൽ ഷെയർ ചെയ്യാൻ കഴിയും. അപ്പോൾ എന്താണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്? കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്നത് രണ്ടോ അതിലധികമോ കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്ന സംവിധാനത്തിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഇതിലൂടെ ഡാറ്റയും ഫയൽസും എളുപ്പത്തിൽ ഷെയർ ചെയ്യാൻ കഴിയും. ഒരു കമ്പ്യൂട്ടർ ഒരു നെറ്റ്വർക്കിലും ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ അതിനെ സ്റ്റാൻഡ് അലോൺ കമ്പ്യൂട്ടർ എന്ന് പറയുന്നു. ഒരു കമ്പ്യൂട്ടർ ഒരു നെറ്റ്വർക്കിലും ബന്ധിപ്പിച്ചിട്ടില്ലെങ്കിൽ അതിനെന്താ വിളിക്കുക? സ്റ്റാൻഡ് അലോൺ കമ്പ്യൂട്ടർ എന്നാണ് വിളിക്കുക. ഇനി നമുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൻ്റെ ടൈപ്സ് നോക്കാം. കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് പ്രധാനമായും 4 തരത്തിലാണ്. പാൻ, പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്; ലാൻ, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്; മാൻ, മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്; വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇവ ഓരോന്നായി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് പാൻ, അതായത് പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക് നോക്കാം. പാൻ ഈസ് യൂസ്ഡ് വിത്തിൻ എ വെരി സ്മോൾ ഏരിയ. ദിസ് ഈസ് യൂഷ്വലി ഓൺ എ person or in a vehicle. Bluetooth is usually used to connect these devices, which has a typically range of about 10 meters. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതൊരു ഒരു വ്യക്തിയുടെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ചെറിയ നെറ്റ്വർക്കാണ്. വളരെ ചെറിയ ദൂരത്തിലുള്ള ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാനാണ് പാൻ ഉപയോഗിക്കുന്നത്. എക്സാമ്പിളായിട്ട് സ്മാർട്ട് വാച്ച്, വയർലെസ് ഹെഡ്ഫോണ്, വയർലെസ് കീബോർഡ്, വയർലെസ് മൗസ്. ഈ ഡിവൈസ് സാധാരണയായി ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ടാണ് കണക്ട് ചെയ്യുന്നത്. ബ്ലൂടൂത്തിൻ്റെ ദൂരം ഏകദേശം 10 മീറ്റർ വരെയാണ്. അപ്പോൾ എന്താണ് പാൻ അല്ലെങ്കിൽ പേഴ്സണൽ ഏരിയ നെറ്റ്വർക്ക്? ഒരു വ്യക്തിയുടെ ആവശ്യത്തിനായി ഉപയോഗിക്കുന്ന ചെറിയ നെറ്റ്വർക്കാണ്. വളരെ ചെറിയ ദൂരത്തിലുള്ള ഡിവൈസുകൾ തമ്മിൽ കണക്ട് ചെയ്യാനാണ് പാൻ ഉപയോഗിക്കുന്നത്. ഏകദേശം 10 മീറ്റർ വരെയാണ് ദൂരം. ബ്ലൂടൂത്ത് ഉപയോഗിച്ചാണ് സാധാരണ ഈ ഡിവൈസ് കണക്ട് ചെയ്യുന്നത്. അടുത്തത് ലാൻ, അതായത് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ലാൻ ഈസ് യൂസ്ഡ് വിത്തിൻ എ സ്മോൾ ജോഗ്രഫിക്കൽ ഏരിയ വിച്ച് ഈസ് യൂഷ്വലി ലിമിറ്റഡ് ടു വൺ ബിൽഡിംഗ്. ദീസ് നെറ്റ്വർക്ക്സ് ക്യാൻ ബി കണക്റ്റഡ് വയർലെസ്ലി, ബട്ട് ഫോർ റിലയബിലിറ്റി വയർഡ് ഹാർഡ്വെയർ എതർനെറ്റ് ഈസ് ഓഫൻ യൂസ്ഡ്. ലാൻ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ്. ഉദാഹരണത്തിന് ഒരു വീട്, സ്കൂള്, കോളേജ് അല്ലെങ്കിൽ ചെറിയ ഓഫീസ്, ഇവിടെയൊക്കെ കമ്പ്യൂട്ടറുകളും മറ്റ് ഡിവൈസുകളും തമ്മിൽ കണക്ട് ചെയ്യാൻ ലാനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ എന്താണ് ലാന്? ലാൻ എന്ന് വെച്ചാൽ ഒരു ചെറിയ പ്രദേശത്തിനുള്ളിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ്. എവിടെയൊക്കെയാണ് ഉപയോഗിക്കുക? ഈ വീട്, സ്കൂള്, കോളേജ്, ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ് ലാന്. ലാനിൽ ഡിവൈസുകൾ കണക്ട് ചെയ്യണത് വയർലെസ് ആയോ എതർനെറ്റ് കേബിൾ ഉപയോഗിച്ചാണ്. എന്നാൽ കൂടുതൽ വേഗത, ഫാസ്റ്റ് ലഭിക്കുന്നതിനാൽ സാധാരണയായി എതർനെറ്റ് കേബിളാണ് കൂടുതലായി ഉപയോഗിക്കുന്നത്. അടുത്തത് മാൻ, അതായത് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക് ഈസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ദാറ്റ് കവേഴ്സ് എ സിറ്റി ഓർ മെട്രോപൊളിറ്റൻ ഏരിയ. ഇതൊരു നഗരം മുഴുവൻ ഉൾക്കൊള്ളുന്ന നെറ്റ്വർക്കാണ്. It connects multiple local area networks over a larger geographical area than a LAN. പല ലാനുകളെ തമ്മിൽ കണക്ട് ചെയ്യിപ്പിച്ചിട്ടാണ് മാൻ പ്രവർത്തിക്കുന്നത്. അതായത് ലാൻ എന്താണ്? ഒരു പ്രദേശത്തിലെ നെറ്റ്വർക്ക് കണക്ട് ചെയ്യണതിനാണ് ലാൻ എന്ന് പറയുന്നത്. ഇതുപോലെ പല പ്രദേശങ്ങൾ കണക്ട് ചെയ്യിപ്പിച്ചിട്ടുള്ള നെറ്റ്വർക്കിനെയാണ് മാൻ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു നഗരം മുഴുവൻ ഉൾക്കൊള്ളുന്ന നെറ്റ്വർക്കാണ് മാൻ. ആൻഡ് മാൻ പ്രൊവൈഡ്സ് ഹൈ സ്പീഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ഡിഫറെൻറ്റ് ലൊക്കേഷൻസ് വിത്തിൻ ദ സെയിം സിറ്റി. ഇറ്റ് ഈസ് ലാർജർ ദാൻ ലാൻ ബട്ട് സ്മോളർ ദാൻ മാൻ. ലാനിനെയും കാട്ടും ലാർജറാണ്, ബട്ട് വാനിനെയും കാട്ടും ചെറുതാണ്.
and is commonly used to share data and resources efficiently. ഒരു നഗരത്തിലെ വിവിധ സ്ഥലങ്ങളിൽ തമ്മിൽ വേഗത്തിൽ ഡാറ്റ കൈമാറാൻ സഹായിക്കുന്നു. ഇനി അതിൻ്റെ എക്സാമ്പിൾസ് നോക്കാം. സിറ്റി കേബിൾ നെറ്റ്വർക്ക്, യൂണിവേഴ്സിറ്റി ക്യാമ്പസ് നെറ്റ്വർക്ക്. സോ ഇവിടെയൊക്കെയാണ് വാൻ ഉപയോഗിക്കുന്നത്. ലാസ്റ്റ് വണ് വാൻ, വൈഡ് ഏരിയ നെറ്റ്വർക്ക്. വാൻ ഈസ് സ്പ്രെഡ് അക്രോസ് എ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ ഓഫൺ ആൻ എൻറ്റയർ കൺട്രി ഓർ ഫർദർ. വാൻ എന്ന് പറഞ്ഞാൽ വളരെ വലിയ പ്രദേശങ്ങളിൽ ഉപയോഗിക്കുന്ന നെറ്റ്വർക്കാണ്. ഒരു സംസ്ഥാനമോ രാജ്യമോ ഒന്നിലധികം രാജ്യങ്ങളോ വരെ വാൻ വ്യാപിച്ചിരിക്കും. ദി ഇൻ്റർനെറ്റ് ഈസ് എ ലാർജ് സ്കെയിൽ വാൻ വിച്ച് യൂസസ് അണ്ടർസീ കേബിൾ ടു കണക്ട് കമ്പ്യൂട്ടേഴ്സ് അക്രോസ് ദ വേൾഡ്. നമ്മൾ ദിവസം തോറും ഉപയോഗിക്കുന്ന ഇൻ്റർനെറ്റ് ഒരു വലിയ വാനാണ്. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള കമ്പ്യൂട്ടറുകൾ തമ്മിൽ കണക്ട് ചെയ്യിപ്പിക്കുന്നതിലാണ് ഇൻ്റർനെറ്റ് ഒരു വാനായത്. ഇനി നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. ഇൻ്റർനെറ്റ്, മൊബൈൽ നെറ്റ്വർക്ക്സ്, ബാങ്കിങ് നെറ്റ്വർക്ക്, ഇവയ്ക്കാണ് എക്സാമ്പിൾ. അപ്പോൾ എന്താണ് വാന്? ഒരു രാജ്യം ഒന്നിലധികം രാജ്യങ്ങളോ പ്രവർത്തിക്കുന്ന നെറ്റ്വർക്കിനെയാണ് വാൻ എന്ന് പറയുന്നത്. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എത്ര ടൈപ്പ് ഉണ്ട്? 4 ടൈപ്സ് ഉണ്ട്. ഏതൊക്കെയാണ്? പാന്, ലാന്, മാന്, വാന്. പാൻ എന്ന് പറഞ്ഞാൽ എന്താ? സ്മോൾ ഏരിയ നെറ്റ്വർക്കാണ്, അപ് ടു 10 മീറ്റേഴ്സ്. ലാൻ എന്ന് പറഞ്ഞാൽ എന്താ? ചെറിയ പ്രദേശത്തിലെ നെറ്റ്വർക്ക് കണക്ട് ചെയ്യണതിനാണ് ലാൻ എന്ന് പറയുന്നത്, ലൈക്ക് ബിൽഡിംഗ്, ഓഫീസ്. ഈ മാൻ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു സിറ്റിയിലെ നെറ്റ്വർക്ക് കണക്ട് ചെയ്യണതിനാണ്, ഒരു നഗരത്തിലെ നെറ്റ്വർക്ക് കണക്ട് ചെയ്യണതിനാണ് മാൻ എന്ന് പറയുന്നത്. വാൻ എന്ന് പറഞ്ഞാലോ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ ആണ്, ഒരു കൺട്രീനെ, വേൾഡിനെ കണക്ട് ചെയ്യണതിനാണ് വാൻ എന്ന് പറയുന്നത്. സോ വീഡിയോ യൂസ്ഫുള്ളായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.